യൂണിറ്റ് 1 ടു ലൈഫ് പ്രോസസ്. നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ബയോ മോളിക്യൂൾസ് ആണ്. ബയോ മോളിക്യൂൾസ് ആണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ബയോ മോളിക്യൂൾസ് ആണ്. ഈ ബയോ മോളിക്യൂൾസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. ഇവയൊക്കെയാണ് ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. അപ്പം ഇവയാണ് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ബേസിക്കായ അടിസ്ഥാന ഘടകം. ഇവയെ ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് ബയോ മോളിക്യൂൾസ്. കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, ഫ്രാക്ടോസ്, സെല്ലുലോസ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ഡിഫറെൻറ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അതൊക്കെയാണ് എക്സാമ്പിൾ. ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഇവയൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ലിപ്പിഡ്സോ? ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ലിപ്പിഡ്സ് ഏതാണ്? ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആണ് ലിപ്പിഡ്സ്. പ്രോട്ടീൻ, എൻസൈം, ഹോർമോൺ ആൻഡ് ആൻറ്റിബോഡീസ്. എൻസൈമുകളും ഹോർമോണും ആൻറ്റിബോഡീസുമാണ് പ്രോട്ടീന് എക്സാമ്പിളായി വരുന്നത്. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. ഭൂരിഭാഗം എൻസൈമുകളും എന്താണ്? പ്രോട്ടീനാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. ന്യൂക്ലിക് ആസിഡ് ഏതൊക്കെയാണ്? DNA ആൻഡ് RNA. നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ് DNA യും RNA യും ആണ്. ഇവയാണ് ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഈ ബയോ മോളിക്യൂൾസ് ആണ് ജീവന്റെ അടിസ്ഥാന ഘടകം. ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് ഏതാണ്? ബയോ മോളിക്യൂൾസ് ആണ്. ഈ ബയോ മോളിക്യൂൾസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ സൂക്രോസ്, ഫ്രാക്ടോസ്, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾസ്. പ്രോട്ടീൻ എക്സാമ്പിൾസ് ഏതാണ്? എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് ആൻറ്റിബോഡീസ്. ഓക്കെ, ഇനി നമ്മൾക്ക് ജീവന്റെ പ്രകടമായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സൈൻ ഓഫ് ലൈഫ് ഏതാണ്? ശ്വസിക്കുക, നടക്കുക, ചലിക്കുക, അല്ലെ? ഇതിനെ എല്ലാത്തിനെയും നമ്മൾ പറയുന്ന ഒരൊറ്റ പേരാണ് മെറ്റാബോളിസം. മെറ്റാബോളിസത്തിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞ് നമുക്ക് എന്ത് പറയാം? റെസ്പിറേഷൻ, ഡൈജഷൻ, വാക്കിംഗ്, റണ്ണിങ് ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? മെറ്റാബോളിസത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഈ മെറ്റാബോളിസത്തിന് സഹായിക്കുന്നത് ആരൊക്കെയാണ്? ബയോമോളിക്യൂൾസും പിന്നെയോ കെമിക്കൽ എലമെൻസും കൂടിയാണ് നമ്മളുടെ ഈ മെറ്റാബോളിസത്തിന് സഹായിക്കുന്നത്. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ദ സൈൻ ഓഫ് ലൈഫ്, അല്ലെ? ജീവന്റെ പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ആക്ടിവിറ്റീസെയും നമുക്ക് എന്തെന്ന് പറയാം? മെറ്റാബോളിസം എന്ന് പറയാം. എ ലൈഫ് സൈൻ ആർ മാനിഫെസ്റ്റഡ് ബൈ ആക്ഷൻസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് മെനി അതർ കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ. സെല്ലിൻ്റെ ഉള്ളിലുള്ള പല കെമിക്കൽ ഫാക്ടേഴ്സും പിന്നെയോ നമ്മുടെ ബയോമോളിക്യൂൾസും ഇവയുടെ ആക്ഷനാണ് നമ്മളുടെ സൈൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓൾ സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ടുഗദർ ടേക്കിംഗ് പ്ലേസ് ആൻ ഓർഗാനിസം ആർ കോൾഡ് മെറ്റാബോളിസം. ഈ തരത്തിലുള്ള എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് ജീവിയിൽ നടക്കുന്ന ഈ എല്ലാ കെമിക്കൽ റിയാക്ഷനെയും നമുക്ക് ഒന്നിച്ച് എന്തെന്ന് പറയാം? മെറ്റാബോളിസം എന്ന് പറയാം. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ഓൾ ലൈഫ് സൈൻ ആർ മാനിഫെസ്റ്റഡ് ബൈ, നമ്മുടെ ജീവന്റെ ലക്ഷണമായ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്താണ്? ബൈ ദ ആക്ഷൻ ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് മെനി അതർ കെമിക്കൽ ഫാക്ടേഴ്സ്. ബയോമോളിക്യൂൾസിൻ്റെയും മറ്റു കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെയും ആക്ഷൻ മൂലമാണ് നമ്മളുടെ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പല ലക്ഷണങ്ങളും പ്രകടമാക്കുന്നത്. ഏതൊക്കെയാണ് ജീവൻ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ? ശ്വസിക്കുക, ഡൈജസ്റ്റ് ചെയ്യുക, വാക്ക് ചെയ്യുക, സംസാരിക്കുക, സ്ലീപ്പ് ചെയ്യുക, ഇതെല്ലാം എന്താണ്? മെറ്റാബോളിസം ആണല്ലേ. ഓക്കെ, ഇനി മെറ്റാബോളിസം നടക്കുന്നത് രണ്ട് തരത്തിലാണ്. ഏതാണ്? ഒന്ന് അനാബോളിസവും മറ്റൊന്ന് കാറ്റാബോളിസവും. അനാബോളിസം പേരിൽ തന്നെ ഉണ്ടല്ലേ, വലുതാണ്. ആന വലുതല്ലേ? അപ്പം അനാബോളിസം വലുതാവാൻ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടി വെക്കണം അല്ലേ, അപ്പോഴല്ലേ അത് വലുതാവാം. അപ്പം അനാബോളിസം എന്ന് പറയുമ്പോൾ എന്താണ്?
ജോയിനിങ് മോളിക്യൂൾസ് അല്ലെ, കൂടിച്ചേരലാണ്. അനാബോളിസം മീൻസ് ജോയിനിങ് മോളിക്യൂൾസ്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്തെന്നറിയാം, സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് അല്ലെ, ഗ്ലൂക്കോസ് ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ഉണ്ടാക്കാം. ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ, പ്ലാന്റ്സ് സിന്തസിസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ജലവും കാർബൺ ഡൈ ഓക്സൈഡും യൂസ് ചെയ്തിട്ട് ഇവിടെ എന്ത് നിർമ്മിക്കുകയാണ്? ഗ്ലൂക്കോസ് ഉണ്ടാവുകയാണ്. ആ ഒരു പ്രവർത്തനം, അപ്പോൾ കൂടിച്ചേരല്ലേ ചെയ്തത് അവർ. ആ കൂടിച്ചേരുന്ന ആ ഒരു പ്രവർത്തനത്തെ ആക്ടിവിറ്റിയെ നമ്മൾ എന്തെന്ന് പറയും? അനാബോളിസം എന്ന് പറയും. ഇനി കാറ്റാബോളിസം. കാറ്റ് എന്താ ചെയ്യുക? പറക്കല്ല ചെയ്യുന്നത്. അപ്പം കാറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ് അല്ലെ, ബ്രേക്ക് ചെയ്യാണ്, കീറി മുറിക്കുകയാണ്. അപ്പോൾ കാറ്റാബോളിസം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താണ്? ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ്. എക്സാമ്പിളായിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു അമിനോ ആസിഡ്. ഇവിടെ എന്താണ്? പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്, വിഘടനമാണ് നടക്കുന്നത്. അപ്പം നമ്മൾ അതിനെന്തെന്ന് പറയും? കാറ്റാബോളിസം എന്ന് പറയും. അവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ഫസ്റ്റ് എന്ത് എഴുതണം നമ്മ? ജോയിനിങ് മോളിക്യൂൾസ്. ഇവിടെ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. പിന്നെ മോളിൽ എന്താണ്? അനാബോളിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളിടത്ത് എന്ത് എഴുതാം? കാറ്റാബോളിസം. ഓക്കെ. എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. എന്താണ് എൻസൈംസ് എന്ന് പിന്നെ ഹോർമോൺസ് എന്താണെന്നാണ് പറയണേ. എൻസൈംസ് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഓർഗാനിസം എവറി മൂമെൻറ്റ്സ്. നമ്മളുടെ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടുകയാണ് ആര് ചെയ്യുന്നത്? എൻസൈംസ് ചെയ്യുന്നത്. നമുക്കറിയാം അല്ലേ, വേഗത്തിൽ പ്രവർത്തനങ്ങളാക്കാൻ വേണ്ടിയാണ് ആരെ യൂസ് ചെയ്യുന്നത്? നമ്മൾ എൻസൈംസുകളെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്പീഡ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ആരാണ്? എൻസൈംസ് ആണ്. മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. ഒരുവിധം എൻസൈമുകളും എന്താണ്? പ്രോട്ടീൻസ് ആണ്. അപ്പോൾ എൻസൈംസുകൾ എന്താണ്? പ്രോട്ടീൻസ് ആണ്. എക്സാമ്പിളായിട്ട് ഇവിടെ എൻസൈംസുകൾ കൊടുത്തിട്ടുള്ളത് അമലേസ്, പിന്നെയോ പെപ്സിൻ ആണ്. സലൈവറി അമലേസ് പ്രസൻസ് ഇൻ സലൈവ. ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള ഒരു എൻസൈമാണ് എന്ത്? സലൈവറി അമലേസ്. പെപ്സിൻ പ്രസൻസ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ആർ എക്സാമ്പിൾസ് ഓഫ് എൻസൈംസ്. എൻസൈംസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സലൈവറി അമലേസ്, പെപ്സിൻ. ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്. നമ്മളുടെ ഹോർമോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? ഹോർമോൺസ് ആണ്. വേഗത കൂട്ടുന്നത് ആരാണ്? എൻസൈംസ് ആണ്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻസ്. ഹോർമോൺസ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ഗ്ലാൻസ് രണ്ട് തരത്തിലുണ്ട്. ചില ഗ്ലാൻഡുകൾക്ക് എന്തുണ്ട്? ഡക്റ്റ് ഉണ്ട്, ചിലതിനോ ഡക്റ്റ് ഇല്ല. അപ്പം ഡക്റ്റുള്ള ഗ്ലാൻഡുകൾ അവർ റിലീസ് ചെയ്യുന്ന സെക്രീഷൻസ് എങ്ങനെ? ഡക്റ്റിലൂടെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സലൈവ. സലൈവയ്ക്ക് എന്താണ്? സെക്രീഷൻ ചെയ്യാനായിട്ട് ഡക്റ്റ് ഉണ്ട്. അപ്പോൾ അവയുടെ സെക്രീഷനെ നമ്മൾ ഹോർമോൺ എന്ന് വിളിക്കില്ല, സെക്രീഷൻസ് എന്നൊക്കെ വിളിക്കാം. ഇനി ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് ഉണ്ട്, ഡക്റ്റിലെസ് ഗ്ലാൻസ്. അവയാണ് നമ്മൾ എന്തെന്ന് പറയുക? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അവരുടെ സെക്രീഷൻസ് നേരിട്ട് ബ്ലഡിലേക്കാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ സെക്രീഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻ, ഡക്റ്റിലസ് ഗ്ലാൻസ് ആണ് അല്ലേ. അപ്പോൾ അവയുടെ സെക്രീഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹോർമോൺസ് എന്ന് വിളിക്കുക. എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസുകളെ എക്സാമ്പിളായിട്ട് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെ പറയാം. ഇനി ഇവിടെ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ദാറ്റ്സ് കൺട്രോൾ ദ ഫങ്ഷൻ ഓഫ് സെക്സ് ഓർഗൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹോർമോൺസ്. ഹോർമോൺസ് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇവ എന്തിൻ്റെ പ്രവർത്തനത്തെയാണ് കൺട്രോൾ ചെയ്യുന്നത്? സെക്സ് ഓർഗൻസിൻ്റെ ഫങ്ഷൻസിനെയാണ് ഇവ കൺട്രോൾ ചെയ്യുന്നത്. You have understood that certain factors necessary for metabolism in living organisms are synthesized
ഇൻസൈഡ് ദ സെൽസ്. നമ്മുടെ സെൽസിൻ്റെ ഉള്ളിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട് മെറ്റാബോളിസത്തിന് ആവശ്യമായ ഫാക്ടേഴ്സ്. അത് ഏതൊക്കെയാണ്? ഹോർമോൺസും എൻസൈംസുകളും, അല്ലേ? നമ്മുടെ ഹോർമോൺസ് ഒക്കെ ശരീരത്തിനുള്ളിലുള്ളതല്ലേ. ഇനി അതുകൂടാതെ നമുക്ക് എന്ത് വേണം? മെനി അതേഴ്സ് ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദ മെറ്റാബോളിസം ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദെയർ എക്സ്റ്റേണൽ എൻവിരോൺമെൻറ്റ്. നമുക്ക് പുറത്തു നിന്നും കുറേ കാര്യങ്ങൾ വേണം നമ്മുടെ മെറ്റാബോളിസത്തിന്. ഏതൊക്കെയാണ് പുറത്തുനിന്ന് ആവശ്യമായവ? നമ്മുടെ മെറ്റാബോളിസത്തിന് ആവശ്യമായ പുറത്തുനിന്നുള്ള ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇതൊക്കെ എന്താണ്? നമുക്ക് പുറത്തുനിന്ന് ആവശ്യമായ ഫാക്ടേഴ്സാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ നിർമ്മിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മുടെ മെറ്റാബോളിസത്തിന് ആവശ്യമായത്? എൻസൈംസും ഹോർമോൺസും. നമുക്കിപ്പോൾ പുറത്തുനിന്നുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ശരീരത്തിന് സെല്ലിനുള്ള ഫാക്ടേഴ്സൊക്കെ നമുക്ക് മനസ്സിലായി. ഇവ എങ്ങനെയാണ് നമ്മുടെ സെല്ലിനുള്ളിലേക്ക് എത്തണം, അല്ലേ? നമ്മുടെ സെല്ലിനുള്ളിലേക്ക് അവയുടെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് സെല്ലിനുള്ളിലേക്ക് എത്തണമെന്ന് നോക്കാം. ഇപ്പോൾ സിംഗിൾ സെൽ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, പ്ലാന്റ്സും ഉണ്ട്, ആനിമൽസും ഉണ്ട്. അപ്പം ഇവയിലെല്ലാം എങ്ങനെയാണ് പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അവിടെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നതെന്ന്, അല്ലെങ്കിൽ സെല്ലിൻ ഇൻസൈഡിലേക്ക് ഉള്ളിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അമീബയുടെ വളരെ സിമ്പിളാണ്, അല്ലേ? അതൊരു സിംഗിൾ സെല്ലാണ്. അപ്പം എന്താണ്? ദ യൂണിസെല്ലുലാർ ഓർഗാനിസം സബ്സ്റ്റൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിരോൺമെന്റ് എൻറ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിനിലൂടെ ആണ് ഈ സബ്സ്റ്റൻസ് എല്ലാം എവിടേക്ക് എത്തുന്നത്? സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത്. ആ ഒരു സെൽ മെംബ്രെയിനിലൂടെയാണ് അതിനുള്ളിലേക്ക് എത്താം. ഇനി ബഹുകോശ ജീവികളിലോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ, അതിൽ ആനിമൽസിൻ്റെ കേസിൽ ഇവയുടെ സെൽസ് എങ്ങനെയാണ്? ക്ലോസ്ലി പാക്ഡ് ഒന്നല്ല, ഒരു ഫ്ലൂയിഡിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന പോലെയാണ്. കണ്ടില്ലേ? പിക്ചറിൽ കണ്ടില്ലേ? ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഈ ബാഹ്യ വസ്തുക്കളായ ഇപ്പോൾ നമ്മുടെ ഫുഡ് കഴിച്ച് കിട്ടുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ ശ്വസിച്ച് കിട്ടുന്ന ഓക്സിജൻ, ഇതൊക്കെ എങ്ങനെയാണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിരോൺമെൻറ്റ് അണ്ടർഗോസ് സെർട്ടൻ ചേഞ്ചസ് ആൻഡ് റീച്ച് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ നമ്മൾ ബാഹ്യമായിട്ടുള്ള പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ എൻവിരോൺമെൻറ്റിൽ നിന്നുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് പല മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ്. എന്നിട്ട് എവിടേക്ക് എത്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എങ്ങനെ എത്തുന്നത് വെച്ചാൽ, ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷനൊക്കെ നടന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തും. എന്നിട്ട് വേണ്ട കാര്യങ്ങൾ എന്താ? ബ്ലഡ് വലിച്ചെടുക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലാണ്. എന്നിട്ട് ബ്ലഡിൽ നിന്നും എങ്ങനെ നമുക്ക് ഓരോ കോശങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഈ എക്സ്ട്രാ സെല്ലുലാർ ഏരിയയിലേക്ക് ആണ് ഈ ഘടകങ്ങൾ ഫസ്റ്റ് എത്താം. ഓക്കെ. അപ്പോൾ ഈ എക്സ്ട്രാ സെല്ലുലാർ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോശങ്ങൾ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന ആ ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിലേക്ക് എന്തിട്ടാണ് ഈ നമ്മളുടെ ആവശ്യമായ ഫാക്ടേഴ്സ് അവിടേക്ക് എത്തി. ഫ്രം ദർ ഇറ്റ്സ് എൻറ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. പിന്നെ എങ്ങനെയാണ്? ആ സെൽ മെംബ്രെയിനുള്ളിൽ കൂടെയാണ് എവിടേക്ക് എത്തേണ്ടത്? സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത്. ഇനി പ്ലാന്റിൻ്റെ കേസിൽ എങ്ങനെയാ? പ്ലാന്റ് വെള്ളം വലിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കാം. അത് സൈലത്തിലേക്ക് എത്തിക്കണം. അതാണ് അവിടെ മെയിൻ ഫങ്ഷൻ നടക്കുന്നത്. അത് 3 തരത്തിലാണ് പ്ലാന്റിൻ്റെ കേസിൽ നടക്കുന്നത്. ഒന്ന്, ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. ഒന്ന് നടക്കുന്നത് സെൽ വോൾ. നമുക്ക് സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ, അല്ലെ? ആനിമൽസിന്. പ്ലാന്റ്സിന് എന്തുണ്ട്? സെൽ മെംബ്രെയിനും സെൽ വോളും ഉണ്ട്. അപ്പോൾ ഈ സെൽ മെംബ്രെയിനിലേക്ക് കിടക്കാതെ ഈ സെൽ വോളും പിന്നെയോ ഈ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ കൂടിയുമാണ് ഈ സബ്സ്റ്റൻസ്, ഈ ഫാക്ടേഴ്സ് ഒരു രീതി അങ്ങനെയാണ് ഈ പ്ലാന്റിൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നത്. രണ്ടാമത്തെ രീതിയാണ് ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ ദാറ്റ് കണക്ട് അഡ്ജസെന്റ് സെൽസ്. ഇപ്പം നമ്മൾ ആനിമൽസിൻ്റെ കണ്ടപ്പോൾ എന്താണ്? ഓരോ സെല്ലും വിട്ടാണ് ഇരിക്കുന്നത്. പ്ലാന്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഒരു പ്ലാന്റിൻ്റെ ഒരു സെൽ വോള് മറ്റൊരു സെല്ലിൻ്റെ സെൽ വോളുമായിട്ട് എന്തായിരിക്കും? കണക്റ്റ് ആയിരിക്കും, അല്ലെ? ഷെയർ ചെയ്യായിരിക്കും സെൽ വോളുകൾ അടുത്തടുത്തിരിക്കുന്നവ തമ്മിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇവയുടെ സെൽ മെംബ്രെയിൻ,
അതിനുള്ളിലാണ് ആരിയിരിക്കുന്നത്, സൈറ്റോപ്ലാസം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസവും അപ്പറിരിക്കുന്ന സെല്ലിൻ്റെ സൈറ്റോപ്ലാസവും തമ്മിൽ എന്താണ്, കണക്ഷൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഒരു പാത്ത് വേ. അപ്പോൾ നമ്മൾ ഒരു 2 റൂമുകൾ അടുത്തടുത്തുണ്ടെന്നേക്ക്. അപ്പോൾ ചില റൂമുകൾ എന്താണ്, ആ റൂമിൽ നിന്ന് പുറത്ത് കിടക്കാതെ തന്നെ ഇപ്പുറത്തെ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി ഉള്ളിൽ നിന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ പോട്ടെ ബാത്റൂമും ബെഡ്റൂമും തമ്മിൽ എങ്ങനെ, ബെഡ്റൂമിൽ നിന്നൊരു ഡോർ ഉണ്ടാവില്ലേ ബാത്റൂമിലേക്ക്, അതുപോലെ എന്താണ് ഒരു സെല്ലിൽ നിന്നും അപ്പുറത്തെ സെല്ലിലേക്ക് കിടക്കാൻ അതിനുള്ളിൽ കൂടി തന്നെ ഒരു പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വേ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. എന്താണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടർ ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് മറ്റൊരു സെല്ലിലേക്ക് ഏതിലൂടെ പോകും, ഈ ഉള്ളിലത്തെ വഴി കൂടെ സിമ്പിളായിട്ട് അതിന് കയറി ചെല്ലാൻ പറ്റും അല്ലേ. അതാണ് പ്ലാസ്മോഡെസ്മാറ്റ വഴിയുള്ള ഒരു മൂവ്മെൻറ്റ്. ഇനി എങ്ങനെ പോകും, അടുത്തതാണ് മൂന്നാമത്തെയാണ് ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ വഴി ഇങ്ങനെ കടന്നു പോവാം. മറ്റേത് പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുള്ളിൽ കൂടെ ഒരു വഴി കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടി ഇങ്ങനെ സിമ്പിളായിട്ട് കയറി പോവാണ്. ഇതങ്ങനെയല്ല, ഓരോ സെല്ലിൽ നിന്നും ഇറങ്ങി അടുത്ത സെല്ലിലേക്ക് ഈ പ്ലാസ്മ മെംബ്രെയിൻ കൂടി തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി അടുത്ത റൂമിൻ്റെ വാതിലുകൾ തുറന്ന് പോകില്ലേ. ഇപ്പോൾ സ്കൂളിൻ്റെ വരാന്തയിൽ നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് ഒരു ക്ലാസ് റൂമിലേക്ക് വരാന്തയിലേക്ക് ഇറങ്ങി അടുത്ത ക്ലാസ് റൂമിൻ്റെ ഡോർ വഴി തന്നെ പോവുക അല്ലേ. പിന്നെയും അത് പുറത്തേക്ക് ആ ഡോർ വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത ക്ലാസ് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരാന്തയിലേക്ക് ഇറങ്ങിയിട്ട് അടുത്ത ക്ലാസ് റൂമിൻ്റെ ഡോർ വഴി പോവാം. മനസ്സിലായി? അപ്പോൾ വരാന്തയിൽ കൂടെ ക്ലാസ് റൂമിലേക്ക് പോയിട്ട് ഡോർ വഴി ക്ലാസ് റൂമിലേക്ക് പോയിട്ട് വീണ്ടും ഡോർ വഴി വരാന്തയിലേക്ക് ഇറങ്ങി പിന്നെയും ഡോർ വഴി ക്ലാസ് റൂമിൽ കയറി വേറെ ക്ലാസ് റൂമിലേക്ക് അങ്ങനെ കയറി പോവാം. ഓക്കെ, അങ്ങനെ 3 തരത്തിലാണ്. ഇപ്പോൾ ഇനി നമ്മുടെ ക്ലാസ് റൂം തന്നെ എടുക്കുകയാണെങ്കിൽ വരാന്തയിൽ കൂടെ മാത്രം പോയിക്കൂടെ നമുക്ക് വിചാരിക്കുന്നിടത്തേക്ക് ക്ലാസ് റൂമിൽ ഒന്നും കയറാതെ. അതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്താണ്, ഓരോ ക്ലാസ് റൂമും വരാന്ത വഴി ഇങ്ങനെ നാനാ ഷേപ്പ് പോലെ ചിന്തിക്കും. ഞാൻ എക്സാമ്പിളായിട്ട് പറയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരാന്തയിലേക്ക് ഇറങ്ങി അടുത്ത ക്ലാസ് റൂമിൽ കയറി പിന്നെയും വരാന്തയിലേക്ക് ഇറങ്ങി അടുത്ത ക്ലാസ് റൂമിൽ കയറി അങ്ങനെയും പോവാം. പിന്നെയോ ഈ ക്ലാസ് റൂമുകൾക്കുള്ളിൽ കൂടി ഒരു വഴിയുണ്ടെന്ന് വിചാരിക്കും, വരാന്ത കൂടാതെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റൂലേ, ഒരു ക്ലാസ് റൂമിൽ നിന്ന് അടുത്ത ക്ലാസ് റൂമിലേക്ക് വരാന്തയിൽ ഇറങ്ങാതെ. അങ്ങനെ 3 തരത്തിലാണ് പ്ലാന്റ്സിൽ ട്രാൻസ്പ്ലോട്ടേഷൻ നടക്കുന്നത്.